സർക്കാർ അടൂരിലെ MPD ഉദ്യോഗസ്ഥരുടെ സസ്പെൻഷൻ പിൻവലിച്ചിരിക്കുന്നു. അശ്വിൻ ഡിയാഗോ ചേരുന്നു. അശ്വിൻ, നമ്മൾ കുറച്ചു മുൻപ് ഈ വിഷയമാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വകുപ്പിന് ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു. റോഷ്നി, തീർച്ചയായും സർക്കാരിന് ഉദ്യോഗസ്ഥരുടെ മുന്നിൽ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥ സമരത്തിന് മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയത്തിൽ ഈ പരിശോധന വിവാദമായതിന് പിന്നാലെ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയില്ല എന്നൊരു വശം കൂടി പുറത്തേക്ക് വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ഉദ്യോഗസ്ഥരെ തിരിച്ചെടുക്കാൻ സർക്കാർ നിർബന്ധിതരായത് എന്നുള്ളതാണ്. കൂടാതെ മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ തന്നെ പരസ്യമായി ആദ്യമായി സർക്കാരിനെതിരെ രംഗത്ത് വരുന്നതും നമ്മൾ കണ്ടതാണ്. അവരുടെ ബഹിഷ്കരണ സമരങ്ങൾ ഒരു ഭാഗത്ത് തുടരുന്നു. മാത്രമല്ല അവർ കറുത്ത ബാഡ്ജ് ധരിച്ച ഇന്നൊരു കരിദിനമായി പ്രതിഷേധ ദിനമായി വരെ ആചരിച്ചു തുടങ്ങിയിരിക്കുന്നു. പരിശോധനകളിൽ നിന്ന് വിട്ടുനിൽക്കുന്നു. അങ്ങനെ സർക്കാരിന് യാതൊരു വിധത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ആ ഉത്തരവ് പിൻവലിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അടൂർ സബ് പാർട്ടി ഓഫീസിലെ MVIമാരായിട്ടുള്ള രണ്ടുപേരെയാണ് ഇപ്പോൾ തിരിച്ചെടുത്തിട്ടുള്ളത്. ലൈജു PS, ഷമീർ എന്നിവരെയാണ് സർവീസിലേക്ക് തിരിച്ചെടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇവരെ സർവീസിൽ തിരിച്ചെടുത്തിട്ടുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലൈജുവിനെ കഴക്കൂട്ടം സബ് പാർട്ടി ഓഫീസിലേക്കും ഷമീറിനെ മാവേലിക്കര സബ് പാർട്ടി ഓഫീസിലേക്കുമാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേർ കൂടാതെ തന്നെ നേരത്തെ ഈ കൊട്ടാരക്കരയിലെ വിഷയവുമായി ബന്ധപ്പെട്ട 2 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. അവരെ കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും സർക്കാർ ഇപ്പോൾ ഈ ജീവനക്കാർക്ക് മുന്നിലേക്ക് മുട്ടുമടക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ആദ്യം മുതൽ തന്നെ ഈ പത്തനംതിട്ട ജില്ലയിലെ പ്രളയ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന വാഹനത്തിന് പിഴ ചുമത്തി എന്നുള്ള ആരോപണം ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ 2 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരുന്നത്. ആ ഉത്തരവാണ് ഇപ്പോൾ പിൻവലിച്ചുകൊണ്ട് ഉത്തരവായിട്ടുള്ളത്. ഈ നേരത്തെ തന്നെ ഈ 2 ഉദ്യോഗസ്ഥർക്കെതിരെയും വലിയ പിന്തുണയാണ് ലഭിച്ചിരുന്നത്. കാരണം അവർ ചെയ്തത് ശരിയാണ് എന്നുള്ള കാര്യം. കാരണം ഹൈക്കോടതി ഉൾപ്പെടെ ഒരു ഭാഗത്ത് ഈ ഒരു വിധി അല്ലെങ്കിൽ ഈ റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായി വാഹന പരിശോധന വർദ്ധിപ്പിക്കണം, നിയമലംഘനങ്ങൾ അത് തടയുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കണം എന്നുള്ള കാര്യം മോട്ടോർ വാഹന വകുപ്പിനോടക്കം കർശനമായി നിർദ്ദേശിച്ചിരുന്നതിന് പിന്നാലെയാണ് ഈ ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകൾ ഘടിപ്പിച്ച വാഹനത്തിന് 5500 രൂപ ഈ ഉദ്യോഗസ്ഥർ പിഴ ഈടാക്കുന്നത്. പക്ഷേ അത് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി എത്തിയ വാഹനമാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ തരത്തിൽ ഈ ഒരു പ്രചരണം നടക്കുകയും ഇതിന് പിന്നാലെ 2 ഉദ്യോഗസ്ഥരെയും സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായത്. അതിനുശേഷം മോട്ടോർ വാഹന വകുപ്പിന്റെ ഒരു കടുത്ത അതൃപ്തിയുമായി ഈ ഉദ്യോഗസ്ഥർ രംഗത്ത് എത്തിയതോടുകൂടിയാണ് ഈ 2 പേരെയും ഇപ്പോൾ തിരിച്ചെടുക്കേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അതേസമയം തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരായ അന്വേഷണം മറുഭാഗത്ത് നടക്കും എന്നുള്ളതാണ് പറയുന്നത്. ഗതാഗത കമ്മീഷണർ നാഗരാജു ചക്കിലുമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ച ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. റോഷ്നി, അശ്വിൻ, ഇതിൽ ഒരു ചട്ടലംഘനത്തിന് തന്നെയാണ് ഇങ്ങനെ പിഴ ഇട്ടത് എന്നുള്ളത് വകുപ്പിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ഇപ്പോ ഈ ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം നമുക്കറിയാം, അത് ഈ പിഴ ചുമത്തുന്നതിലടക്കം അവർ പിന്നോട്ടങ്ങ് പോയി നിന്നായിരുന്നു പ്രതിഷേധം. അപ്പോൾ അവർ കൂടുതൽ കടുപ്പിക്കുമെന്ന് പറഞ്ഞാൽ ഇനിയുള്ള ദിവസങ്ങളിലുമൊക്കെ ആ ഒരു പ്രതിഷേധത്തെ മുന്നിൽ കണ്ടുകൊണ്ട് കൂടിയാണല്ലോ ഇപ്പോൾ ഇങ്ങനെ ഒരു സസ്പെൻഷൻ പിൻവലിക്കാം എന്നുള്ളൊരു തീരുമാനത്തിൽ എത്തിയിട്ടുണ്ടാവുക അല്ലെ? വകുപ്പിന് എത്രത്തോളം ബോധ്യപ്പെട്ടിട്ടുണ്ട് വിഷയം? റോഷ്നി, നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ബെപ്കോ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റവന്യൂ ജനറേറ്റിംഗ് ഡിപ്പാർട്ട്മെന്റാണ് മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പിന് പ്രതിദിനം ഈ ഫൈൻ ഇനത്തിൽ മാത്രം ലഭിക്കുന്നത് കോടികളാണ്. സർക്കാരിലേക്ക് എത്തേണ്ട പൈസയാണ് ഇത്തരത്തിൽ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഈ വിട്ടുനിൽക്കൽ കൊണ്ട് സർക്കാരിന് നഷ്ടമാകുന്നത്. അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ആണ് ഇപ്പോൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളത് വേണം നമ്മൾ കണക്കിലാക്കാൻ. മാത്രമല്ല ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് എന്താണ് തെറ്റ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ സർക്കാരിന് ഇത് കഴിഞ്ഞിട്ടുമില്ല. കാരണം നേരത്തെ തന്നെ ഈ 2 പേരുടെയും സസ്പെൻഷൻ ഉത്തരവിൽ ചട്ടലംഘനമോ എന്താണ് കാരണമെന്നോ വ്യക്തമായി പറഞ്ഞിരുന്നില്ല. ആകെ ഉണ്ടായിരുന്നത് ഈ പത്തനംതിട്ട ജില്ലയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഇറങ്ങിയ വാഹനത്തിന് പിഴ ഇടച്ച തുക അല്ലെങ്കിൽ പിഴ ഈടാക്കിയ ഈ ഒരു നടപടി ശരിയായില്ല എന്നുള്ളത് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഗതാഗത മന്ത്രി CP ജോൺ അടക്കം പുറത്തേക്ക് വന്ന് പറഞ്ഞിരുന്നു നിയമം നോക്കണം, പക്ഷേ സാഹചര്യം കൂടി പരിഗണിക്കണമായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനമാണ് മന്ത്രിയും ഉന്നയിച്ചത്. ഇതിന് പിന്നാലെയാണ് ഉദ്യോഗസ്ഥർ കടുത്ത അതൃപ്തിയുമായി പരസ്യമായി രംഗത്ത് വരികയും ഈ ബഹിഷ്കരണം അടക്കമുള്ള സമരമുറകൾ നടത്തുകയും ചെയ്തത്. അതിന്റെ ഭാഗമായി കഴിഞ്ഞ 2 ദിവസമായി ഈ ഫൈൻ ഈടാക്കൽ അടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മാറി നിന്നിരുന്നു. മാത്രമല്ല ഇവർ ചെയ്തതിൽ തെറ്റെന്താണ്? ഈ വാഹന മോഡിഫിക്കേഷനുമായി ബന്ധപ്പെട്ട ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുമ്പോൾ പോലും കൃത്യമായി ഹൈക്കോടതി ഉത്തരവ് പാലിച്ച ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുന്നത് ഹൈക്കോടതി ഉത്തരവിനെ പോലും വെല്ലുവിളിക്കുന്ന നിയമ നടപടിയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സർക്കാർ ഇപ്പോൾ പിൻവാങ്ങിയിട്ടുള്ളത്. കാരണം ഈ ഉദ്യോഗസ്ഥർ ആരെങ്കിലും ഹൈക്കോടതിയിൽ അപ്പീൽ പോയി കഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ ഈ സർക്കാരിനെ തന്നെ തിരിച്ചടിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹൈക്കോടതിയാണ് പറഞ്ഞിട്ടുള്ളത് ഇത്തരത്തിൽ ഹൈ ഇന്റൻസിറ്റി ലൈറ്റുകളോ അല്ലെങ്കിൽ വാഹനത്തിൽ വരുത്തുന്ന
ചെറിയ മോഡിഫിക്കേഷൻ ആണെങ്കിൽ പോലും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഏറ്റവും ഉയർന്ന തുക തന്നെ പിഴ ഈടാക്കണം എന്നുള്ള കാര്യം ഹൈക്കോടതിയാണ് കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥർ ചെയ്തതിൽ എന്ത് തെറ്റ് എന്നൊരു ചോദ്യം നേരത്തെ മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഈ ലൈജു എന്ന ഉദ്യോഗസ്ഥൻ നേരത്തെ ഈ ആറ്റിങ്ങൽ ഭാഗത്ത് അല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്ത് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നപ്പോൾ ആറ്റിങ്ങൽ ഭാഗത്ത് നിരന്തരം AI ക്യാമറകളുടെ മുന്നിൽ വന്ന ഈ ബൈക്ക് സ്റ്റാൻഡ് നടത്തുന്ന ചില യുവാക്കൾ അവരുടെ ഷർട്ടിന്റെ കളർ അനുസരിച്ച് അവരെ അറസ്റ്റ് ചെയ്ത ഒരു പാരമ്പര്യമുള്ള അല്ലെങ്കിൽ അത്രയും സമർത്ഥനായ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ ലൈജു എന്നുള്ളത്. ആ ലൈജുവിനെയാണ് ഇത്തരത്തിൽ സർക്കാരിന്റെ പിടിവാശിയെ തുടർന്ന് ഒരു പൊളിറ്റിക്കൽ തീരുമാനത്തിനെ തുടർന്ന് സ്ഥലം മാറ്റിയിട്ടുള്ളത്. അങ്ങനെ വലിയ തരത്തിലുള്ള പ്രക്ഷോഭം മോട്ടോർ വാഹന വകുപ്പിൽ നിന്നുണ്ടായതോടുകൂടിയാണ് സർക്കാരിന് ഇപ്പോൾ പിന്നോട്ട് പോകേണ്ടി വന്നത്. ശരി, എന്തായാലും ഉദ്യോഗസ്ഥരുടെ പ്രതിഷേധം അത് ഫലം കണ്ടിരിക്കുന്നു. സസ്പെൻഷൻ പിൻവലിക്കാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നു. ഇതിൽ നമുക്ക് കൂടി മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ നിയമങ്ങൾ, ചട്ടങ്ങൾ, കോടതി കർശനമായി പറയുന്ന കാര്യങ്ങൾ അതുപ്രകാരം തന്നെയാണ് ഈ ഉദ്യോഗസ്ഥർ ഇത്തരത്തിലൊരു നടപടി എടുത്തിട്ടുള്ളത്. അപ്പോൾ അവർ കോടതിയിൽ പോയാൽ പോലും അത് വകുപ്പിന്, സർക്കാരിന് വലിയ തിരിച്ചടിയാകും എന്നുകൂടി ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം.